ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നേക്കുന്നത് സൂപ്പർ ബോട്ടത്തിൻ്റെ ക്ലോത്ത് പേപ്പറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സൂപ്പർ ബോട്ടം ബേസിക് എന്ന് പറയുന്ന മോഡലാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അബ്സോർബൻസി ലെവൽ അനുസരിച്ച് സൂപ്പർ ബോട്ടത്തിന് അല്ലെങ്കിൽ ഏത് ക്ലോത്ത് പേപ്പറിനെയും രണ്ടായി തിരിക്കാം. ബേസിക്കും അല്ലെങ്കിൽ യൂനോ എന്നും. അബ്സോർബൻസി കുറഞ്ഞതിന് ബേസിക്കും, കൂടിയത് യൂനോയാണ്. കുറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു 3 to 4 hours വരുമ്പോഴത്തേക്കും ബേസിക്കിന് കിട്ടും. മറ്റേത് യൂനോയ്ക്ക് ഒരു 12 hours വരെ അവർ പറയുന്നുണ്ട്. ഇതിന് വളരെ ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് സൂപ്പർ ബോട്ടത്തിൻ്റേത്. ഇതിൻ്റെ പ്രൈസും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്ത് കാണാം. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇത് ഈസി ടു യൂസാണ്. വളരെ ഈസി ആൻഡ് യൂസ് ചെയ്യാൻ, റിയൂസബിളാണ്. നമുക്ക് എക്കണോമിക് ഫ്രണ്ട്ലി, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഡിസ്പോസിബിൾ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്ന പോലെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ഒക്കെ വളരെ നല്ലതാണ്. വളരെ ക്വാളിറ്റിയുള്ള ഒന്നാണ്. ഇത് ഹാൻഡ് വാഷും അല്ലെങ്കിൽ മെഷീൻ വാഷിനും സപ്പോർട്ട് ചെയ്യും. ഈ സ്നാപ്പ് പാറ്റേൺസും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. പിന്നെ ഇതിൻ്റെ അബ്സോർബൻസി എന്ന് പറയുന്നത് വളരെ നല്ല രീതിക്ക് ഒബ്സർവ് ആവുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഏകദേശം 4 months കൂടെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഇൻസേർട്ട് വരുന്നത്. ഇൻസേർട്ട് ഇങ്ങനെ ഫോൾഡബിൾ ടൈപ്പാണ് വരുന്നത്. രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കത് സ്നാപ്പ് ബട്ടൺ വെച്ചിട്ട് ക്ലോത്ത് പേപ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലെയർ എന്ന് പറയുന്നത് ഒരു മൈക്രോ ഫൈബർ മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അബ്സോർബൻസി ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് ആ വെറ്റ്നെസ് ഫീൽ ചെയ്യുകയില്ല. എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കും. വളരെയധികം വെറ്റാവുന്ന ടൈം കഴിയുന്നത് വരെ മാത്രമേ അവർക്ക് വെറ്റ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇങ്ങനെ അത് രണ്ടും കൂടി ചേർത്ത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. മാത്രമല്ല ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇതിൻ്റെ ഒരുപാട് സ്നാപ്പ് ബട്ടൺസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ കുഞ്ഞ് സൈസ് മുതൽ നല്ല വലിയ സൈസ് വരെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3 months to 3 years വരെയാണ് അവർ പറയുന്നത്. അത്രയും തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇത് ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും. ഈ ബട്ടൺസിനൊന്നും ഒരു കുഴപ്പവും ഇതുവരെയും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇതിൽ പൂപ്പ് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് സോപ്പിലോ അല്ലെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. വീണ്ടും യൂസ് ചെയ്യാം, കഴുകിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. വളരെ ഈസി ടു യൂസാണ് കഴുകാൻ വേണ്ടിയിട്ടുമൊക്കെ. പിന്നെ ഇതിന് വരുന്നത് പല പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. നമുക്ക് പുറത്തോട്ട് അതുകൊണ്ട് വെച്ചുകൊണ്ട് പോകാനൊക്കെ വളരെ ഈസിയാണ്. ഇതിൻ്റെ കളേഴ്സിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രൈസും പക്ഷേ വേരി ചെയ്ത് വരുന്നത്. നമ്മൾ നല്ല കളേഴ്സ് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസും കൂടുതലായിരിക്കും. പിന്നെ പൂപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് മാറ്റേണ്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. മഴയുള്ള സമയങ്ങളാണെങ്കിൽ ഉണങ്ങിയെടുക്കാൻ ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമയമെടുക്കും. അല്ല മെഷീൻ വാഷാണ് ചെയ്യുന്നതെങ്കിൽ ഡ്രയറിലിട്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി സമയം മതിയാവും. പക്ഷേ അത്രയും സമയമെടുക്കും എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജാണ് ഇതിന് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വേറൊരു കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ സൈഡിലൊന്നും കുഞ്ഞുങ്ങളുടെ ഇറിറ്റേഷനോ റാഷസോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നല്ലതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് സൂപ്പർ ബോട്ടത്തിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ ഞാനിത് വാങ്ങിച്ചത് കോംബോ പാക്കായിട്ടാണ് വാങ്ങിക്കാറ്. അതായത് 2-3 കോംബോ പാക്സ് ഒന്നിച്ചൊരു കോംബോ പാക്കായിട്ട് വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണ് കിട്ടാറ്. ഇൻസേർട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇൻസേർട്ട് നമ്മൾ ഒരിക്കലും കഴുകുമ്പോഴത്തേക്കും പിഴിഞ്ഞ് കഴുകാൻ പാടില്ല. അതിൻ്റെ ഒരു പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അബ്സോർബൻസി കുറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പിഴിഞ്ഞ് കഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ മെറ്റീരിയൽ വളരെ സോഫ്റ്റാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ മുറുക്കി പിഴിയുവാണെങ്കിൽ അതിൻ്റെ അബ്സോർബൻസി കുറയും. അതിന് പകരം നമുക്ക് വെള്ളം നനഞ്ഞിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്ന് പിഴിഞ്ഞ് കൈ കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നന്നായിട്ട് കുടഞ്ഞെടുക്കുക എന്നാണ്. നല്ല വീട്ടിൽ കുടഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. നല്ല ഇപ്പോൾ സൈഡൊക്കെ പിടിച്ച് അപ്പോഴത്തേക്കും അത് നല്ലപോലെ നനവ് മാറിക്കിട്ടും. ഇത് ഹാൻഡ് വാഷിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. മെഷീൻ വാഷാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതിൽ തന്നെ ട്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ 2 രീതിയിലും കഴുകിയെടുക്കാറുണ്ട്. പൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് പൈപ്പിൽ കാണിച്ചിട്ട് നല്ലപോലെ പൂപ്പ് ഒന്ന് കഴുകി കളഞ്ഞിട്ട് മെഷീനിലിട്ട് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു പ്രോഡക്റ്റാണ് ആ രീതിയിൽ നോക്കുമ്പോൾ.
പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ വാങ്ങിച്ചത് 2 എണ്ണം 473 രൂപയായിരുന്നു. കോംബോ ആയിട്ട് നോക്കിയിട്ട് ലോവർ പ്രൈസുള്ള സമയം നോക്കി വാങ്ങിച്ചതാണ്. പിന്നീട് ഞാൻ 7 എണ്ണം 1600 രൂപയ്ക്ക് വാങ്ങിച്ചു. അതും നല്ലൊരു കോംബോയിൽ കിട്ടി. ഇത് ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷേ കമ്പയർ ടു ഡിസ്പോസിബിൾ ഡയപ്പർ